ഇത് ഒരു സൈഡിൽ കൂടെ വെള്ളത്തിൻ്റെ അമ്പരപ്പ്, ഒരു സൈഡിൽ കൂടെ കാൽനട യാത്രക്കാരന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈദ്യുതിയും കൂടിയില്ല. നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല, ഈ റോഡ് ഇങ്ങനെ ആക്കിയതിൻ്റെ അവസ്ഥ നമ്മുടെ അധികാരികൾ പിന്നെ കുറേ പാർട്ടിക്കാർ ന്യായീകരിക്കാൻ വേണ്ടി കുറേ പാർട്ടിക്കാരുണ്ട്. ഞങ്ങളല്ല ഇങ്ങനല്ല, ഒരാൾ നടന്നു പോകേണ്ട സ്ഥലം മനസ്സിലാക്കണം. നടന്നു പോകുന്നതാണ്. ഇവിടെ വേറെ വഴിയില്ല, അണ്ടർ പാസിംഗ് ഇല്ല, ഒന്നുമില്ല. ഇത്രയും ദൂരെ ഇവർ വെള്ളത്തിൽ കൂടെ നടന്നു പോകണം. എന്ത് ചെയ്യൂ? ഇവിടെ ഉള്ളവർ വിറ്റിട്ട് കോടികൾ വാങ്ങിയിട്ട് പോയി, എന്നിട്ട് അത് ദുരിതമനുഭവിക്കുന്നത് സാധാരണക്കാരായ കുറച്ച് പാർട്ടിയുള്ള ആൾക്കാരാണ്. ഇതുകൊണ്ട ഈ കുറച്ച് വീടുകൾ ഇതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. എന്തിന് പ്രാഥമിക ആവശ്യം പോലും നടത്താനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ല. അത് റോഡായിക്കോട്ടെ, ഇതിൻ്റെ മുന്നൊക്കെ കണ്ടത് നിങ്ങൾ എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ഇതും ന്യായീകരിക്കാൻ കുറേ യൂട്യൂബിൽ കുറേ ആളുകളുണ്ടാവും. അങ്ങനാണ് ഇങ്ങനാണ്, അവരുടെ വർക്ക് ചെയ്യുന്നില്ല, അവർ വർക്ക് ചെയ്യാത്തത് മഴയായിട്ടുള്ള ഇത്ര കാലം അവരെന്തോ അലക്കിയാണ് ഉണ്ടാക്കിയത്. പൊളിഞ്ഞു വീഴുന്ന കുറേ പാലങ്ങൾ ഉണ്ടാക്കുക. അതിന് നാട്ടിൽ അറിയുന്ന ആളുകൾ ഫുട്പാത്ത് ഓവുചാലിന് ഇത് കണ്ട മൂടിയില്ല, ഒക്കെ പൊട്ടി വീണതാ, അല്ലാണ്ട് വേറൊന്നുമില്ല. ആരും പൊട്ടിച്ചോന്നുണ്ടല്ലോ.